പരിശുദ്ധന്മാരായ ദൈവദാസീദാസന്മാർക്ക് എല്ലാവർക്കും വന്ദനം. G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. എൻ്റെ പേര് കുരുവിള വർഗീസ് എന്നാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി പ്രവചനം വരെയുള്ള പഴയ നിയമത്തിൽ നിന്ന് മത്തായി എഴുതിയ സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം വരെയുള്ള നിഴലും പൊരുളും സാദൃശ്യപ്പെടുത്തി പഠിക്കുന്ന വിഷയത്തിൻ്റെ കൂട്ടത്തിൽ പഴയ നിയമ പൗരോഹിത്യവും പുതിയ നിയമത്തിലെ രാജകീയ പൗരോഹിത്യവും തമ്മിലുള്ള സാദൃശ്യവും താരതമ്യവുമാണ് നാം പഠിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ലേവ്യ പുസ്തകം 7-ാം അധ്യായത്തിൽ ലേവ്യ പുരോഹിതന്മാർക്ക് ദൈവം കൽപ്പിച്ചു കൊടുത്ത 6 യാഗങ്ങളിൽ 5-ാമത്തേതാണ് അകൃത്യയാഗം. അകൃത്യം ചെയ്ത വ്യക്തി ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാഗൽഭ്യത്തോടെ ജീവിപ്പാൻ അവന് യാഗം കഴിക്കണം. ഒരു കോലാട്ടിൻ്റെ കുട്ടിയെയോ ഒരു പ്രാവിനെയോ യാഗം കഴിപ്പാൻ കൊണ്ടുവരുന്നത് പോലെ ആ യാഗവസ്തുക്കൾ ഏതെല്ലാം വിധത്തിൽ കഷ്ടവും സങ്കടവും അനുഭവിച്ച് രക്തം ചിന്തി വേറൊരുവന് വേണ്ടി മരിക്കുന്നുവോ അതുപോലെ ദൈവപുത്രൻ ക്രൂശ് മരണത്തിൽ കൂടെ നമ്മുടെ അധർമ്മങ്ങളെ, നമ്മുടെ അകൃത്യങ്ങളെ മുഴുവൻ വഹിച്ചു തീർത്തു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി അല്പകാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ തുടർന്ന് ചിന്തിച്ചു. അകൃത്യാഗം അർപ്പിക്കേണ്ട അധർമ്മികളുടെ കൂട്ടത്തിൽ കർത്താവിനെ എണ്ണി. എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശ് മരണത്തിൽ കൂടി നമ്മളെ ബലവാനായി അടക്കി വാണുകൊണ്ടിരുന്ന പൈശാചിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ കവർച്ച ചെയ്തെടുത്തത് എന്നുള്ളതിനെ ആധാരമാക്കി നമ്മൾ ഒരു 8 വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലും പഠിച്ചു. അതിൻ്റെ തുടർഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചതിൻ്റെ തുടർച്ച. മുകളിൽ സുവിശേഷ പുസ്തകങ്ങളിൽ കാണുന്ന ബലവാൻ അവൻ്റെ ഉപായത്താൽ ആദാമിന് ദൈവം നൽകിയ അധികാരങ്ങൾ വഞ്ചിച്ച് കൈക്കലാക്കിയ പഴയ പാമ്പായ സാത്താനെയും അവനും ബലവാനായവൻ പിതാവിൽ നിന്ന് സകല അധികാരവും പ്രാപിച്ച ദൈവപുത്രനെയും കാണിക്കുന്നു. ദൈവപുത്രൻ തൻ്റെ അധികാരത്താൽ കപടവേഷധാരിയായ മഹാസർപ്പത്തിൻ്റെ തലയെ ചവിട്ടി തകർത്ത് അവൻ ആശ്രയിച്ചിരുന്ന ആയുധവർഗം പിടിച്ചു പറിച്ച് കൊള്ള ചെയ്ത് തൻ്റെ മണവാട്ടിയായ സഭയ്ക്ക് കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15 നിഴൽ. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 21-22 പൊരുൾ. അതെങ്ങനെ നിവർത്തിച്ചു എന്നത് വിവരിച്ചിരിക്കുന്ന തിരുവചന വേദഭാഗം കൂടി ശ്രദ്ധിക്കണം. അതിക്രമങ്ങളൊക്കെയും താൻ ക്രൂശിൽ പൂർത്തീകരിച്ച അകൃത്യയാഗം മുഖാന്തരം നമ്മോട് ക്ഷമിച്ചു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തുകൾ എല്ലാം ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിന്മേൽ പൈശാചികന്റെ മേൽ, പൈശാചിക സേനകളുടെ മേൽ ജയോത്സവം കൊണ്ടാടി. പൈശാചികനെയും അവൻ്റെ സേനയെയും പരസ്യ കാഴ്ചയാക്കി. കൊലോസ്യർക്കെഴുതിയ 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളാണ് ഇപ്പോൾ വായിച്ച് കേൾപ്പിച്ചത്. ഇത് തന്നെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി നമ്മെ തൻ്റെ രാജകീയ പുരോഹിതവർഗമാക്കി തീർക്കുവാൻ പൂർത്തീകരിച്ച അകൃത്യയാഗത്തിൻ്റെ പരിണതഫലം. ശ്രദ്ധിക്കണം. കർത്താവിനെ ക്രൂശിച്ച ശേഷം അവൻ തൻ്റെ സ്വന്തം തോളിലേക്ക് തല ചായ്ച്ചു. മരിച്ചു എന്ന പുറകുഭാഗത്തുകൂടെ ശൂലം ഉള്ളിൽ കയറ്റി ശൂലം പുറത്തെടുത്തപ്പോൾ ഹൃദയത്തിൽ തങ്ങി നിന്നിരുന്ന രക്തവും വെള്ളവും ഒരുപോലെ പുറത്തു വന്നു. അവൻ്റെ കാലൊടിച്ചില്ല. ക്രൂശിൽ നിന്ന് താഴെ ഇറക്കി അരിമത്യക്കാരനായ യോസേഫും ഒരു കൂട്ടം ആളുകളും ചേർന്ന് ആ ശരീരം എടുത്ത് തനിക്കു വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഗെത്ശമനെ തോട്ടത്തിൻ്റെ ഒരു ഭാഗത്തെ സുപ്രസിദ്ധമായ കല്ലറയ്ക്കുള്ളിൽ വെച്ചു. 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. ഇതിൻ്റെ നടുവിൽ നടന്ന വിഷയമാണ് കൊലോസ്യർക്കെഴുതിയ 2-ാം അധ്യായത്തിൻ്റെ 14-15. ഇന്ന് യേശുക്രിസ്തുവിനെ ക്രൂശിൽ നിന്ന് ഇറക്കിയ ശേഷം യേശുക്രിസ്തു ക്രൂശിന്മേലില്ല. യേശുക്രിസ്തു ഇറങ്ങിയ ശേഷം എന്ത് ചെയ്തു? നമുക്ക് വിരോധമായിരുന്ന സകല ന്യായപ്രമാണ ചട്ടങ്ങളെയും എടുത്ത് ക്രൂശിൽ തറച്ചു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ക്രൂശിൽ എന്താണുള്ളത്? നമുക്കെതിരായിരുന്ന ചട്ടങ്ങളും കയ്യെഴുത്തുകളും. ആകയാൽ അത്രേ ഞങ്ങൾ ക്രൂശിനെ വണങ്ങാത്തതും ക്രൂശിനെ നമസ്കരിക്കാത്തതും ക്രൂശ് അടയാളമായി എടുക്കാത്തതും ക്രൂശ് കൊണ്ടുപോകാത്തതും ആരാധന സ്ഥലത്തിൻ്റെ മുൻപിൽ ക്രൂശ് വെക്കാത്തതും ക്രൂശ് കല്ലറയ്ക്ക് മുൻപിൽ വെക്കാത്തതിൻ്റെയൊക്കെ പരമരഹസ്യം ഇതാണ്. ഞങ്ങൾക്കെതിരായിരുന്ന ആരെല്ലാം വരരുത്, ആരെല്ലാം വരണം, ആരെല്ലാം നോക്കരുത്, ആരെല്ലാം നോക്കണം, ആരെല്ലാം കയറരുത്, ആരെല്ലാം കയറരുത്, ഒരന്യനും അടുത്തു വരരുത്.
യഹൂദൻ അല്ലാതെ, യഹൂദന്മാരുടെ നടുവിൽ തന്നെ ലേവ്യൻ അല്ലാതെ, ലേവ്യരുടെ നടുവിൽ നറുക്കു വീണ് കൂറും പറയാനുള്ള പുരോഹിതൻ അല്ലാതെ, ഇനിയും പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ തന്നെ ആണ്ടിലൊരിക്കൽ പാപപരിഹാര ദിവസം മഹാപുരോഹിതൻ മാത്രം, അതും ഭയത്തോടും വിറയലോടും കൂടെ. ഇങ്ങനെ നമുക്കെതിരായിരുന്ന ചട്ടങ്ങൾ മുഴുവൻ എടുത്ത് കർത്താവ് ക്രൂശിന്മേൽ തറച്ചു. ഇന്നും അത് അവിടെ തന്നെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ക്രൂശിനെ വണങ്ങുകയും വാഴ്ത്തുകയും ക്രൂശിനെ നമസ്കരിക്കുകയും ക്രൂശിനെ രക്ഷയുടെ അടയാളമായി വയ്ക്കാത്തതും ക്രൂശിനെ വീടുകളുടെ മുൻപിൽ വെച്ച് പിശാച് കയറരുതെന്ന് പറയുവാൻ ഞങ്ങൾ തുനിയാത്തതും. കാരണം ആ ക്രൂശെല്ലാം ഏതോ ഒരു തടി കൊണ്ട്, 2 കഷ്ണം തടി ആണി കൊണ്ടുണ്ടാക്കിയതാണ്. അതൊന്നും കണ്ടിട്ട് പേടിക്കുന്നവനല്ല പിശാച്. അത് മനസ്സിലാക്കണം. മാത്രമല്ല, ചില ആരാധന സ്ഥലങ്ങളുടെ മുൻപിൽ 3 ക്രൂശ് വെച്ചിട്ടുണ്ട്. നടുക്കലത്തെ ചെറു ഉയർത്തി വലിയ തടി, 2 വശത്തേതും അല്പം താഴ്ത്തി 2 ചെറിയ തടി. എന്തോ മഹാമഠയത്തരമാണിത് വെക്കുന്നത്, എന്ത് ഭോഷത്വമാണ് ഈ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇനിയും ക്രൂശ് വെച്ച് ആരാധിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ വലത്തെ കള്ളൻ രക്ഷ പ്രാപിച്ചു, ഇടത്തെ കള്ളൻ നശിച്ചുപോയി എന്നൊക്കെ പഠിപ്പിക്കുന്നത് മൂഢ പഠിപ്പിക്കലുകളാണ്. അങ്ങനെ ഒരു വാക്യം വേദപുസ്തകത്തിൽ തന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുവൻ എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇടത്തേതാകാം വലത്തേതാകാം. അതുകൊണ്ട് ദൈവീയ ദുരുപദേശങ്ങളുടെ പിന്നാലെ പോകരുത്, അതിനെ സാധുവൽക്കരിക്കരുത്. അവിടെ ഈ 3 കുരിശ് വെച്ച പള്ളിയിലും 1 കുരിശ് അടയാളമായി വെച്ചിരിക്കുന്ന പെന്തക്കോസ് പള്ളിക്കുള്ളിലും ദൈവദാസീദാസന്മാർ കയറി ശുശ്രൂഷിക്കരുത്. അത് ദൈവവചനാടിസ്ഥാനത്തിലുള്ള പ്രവൃത്തിയും ശുശ്രൂഷയും അല്ല എന്ന് മറന്നു പോകരുത്. ചില വ്യക്തികൾ കഴുത്തിൽ നീണ്ട ഒരു മാലയിട്ടിട്ട്, രുദ്രാക്ഷമാലയിട്ടിട്ട്, മണിമാലയിട്ടിട്ട്, കുരിശ് അതിൻ്റെ അറ്റത്ത് വെച്ചിട്ട്, ഇങ്ങനെ വേറൊരു കുരിശ് കൈക്കകത്ത് പിടിച്ചിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു വെൽവെറ്റ് തുണിയും കൂടെ കെട്ടിത്തൂക്കി മഹാപുരോഹിതൻ്റെ വേഷം ധരിച്ച് വേഷധാരികളായി. എന്തോ മഠയത്തരമാണിതെല്ലാം. വരുന്നവൻ്റെയൊക്കെ തലയിൽ കുരിശു വെച്ചിട്ടാണ് അവർക്ക് മുത്തം കൊടുക്കുന്നത്. എന്തോ ഒരു വന്ദനം. അപ്പോൾ പാവപ്പെട്ട വിശ്വാസികളും ആ അടിമത്വത്തെ വന്ദിക്കുന്നു. അടിമത്വം തലയിൽ വെച്ച് ആരെ മുദ്രയിടുന്നു. എന്ത് ഭോഷത്വം! ഇതിൻ്റെ നടുവിൽ നിന്നാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മളിൽ പലരെയും അവൻ്റെ കോട്ടകൾ തകർത്ത് പിടിച്ചെടുത്തത്. അതുകൊണ്ടാണ് ഞാൻ തിരുവചനത്തിൽ ആധാരമായി നേരത്തെ പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്. കർത്താവിനെ കൊള്ളക്കാരനാക്കിയതല്ല, അവൻ നമ്മെ കൊള്ള ചെയ്ത് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ആക്കിയിരിക്കുന്നു. 8ാമത്തെ വിഷയം, റോമൻ പടയാളികൾ ദൈവത്തിനെ കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തി. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് they pierced him on his side, വശത്തു കുത്തി എന്നാണ്. ഉടനെ ഹൃദയത്തിൽ ശേഷിച്ചിരുന്ന രക്തവും വെള്ളവും പുറപ്പെട്ടു. നിങ്ങൾ ചിന്തിക്കണം, രക്തം അടിഞ്ഞ് വെള്ളമായിത്തീരുന്ന എത്ര സമയമെടുക്കണം? അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറച്ചു നേരം അവർ വീക്ഷിച്ചിരുന്നു. ശ്രദ്ധിച്ചല്ലോ, നമ്മൾ കണ്ടു. അതുപോലെ തന്നെ യേശുക്രിസ്തു ക്രൂശിൽ തറയ്ക്കപ്പെട്ട നിമിഷങ്ങൾക്കുള്ളിൽ തൻ്റെ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അത്രയും സമയം കൊണ്ട് ഹൃദയത്തിൽ അടിഞ്ഞു കിടന്ന രക്തവും അടിഞ്ഞ് കട്ടിയായി ഒരു ഭാഗം വെള്ളമായി തീർന്നു. ഇതും ഒരു പ്രവചന നിറവേറലാണ്. മഹാ ഉപദ്രവ കാല അന്ത്യത്തിൽ അധർമ്മത്തിൻ്റെ മൂർത്തിഭാവമാകുന്ന മൃഗത്തിൻ്റെ ഉപദ്രവം ഹേതുവായി നട്ടം തിരിയുന്ന ഇസ്രായേൽ ജനം മൃഗം എന്ന കപട മശിഹയാകുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ കാണുന്ന മൃഗം, ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ കാണുന്ന പ്രഭു മൃഗം, അവൻ കപട മശിഹ ആകുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അവർക്ക് സഹായം വരുന്നത് അവരുടെ പിതാക്കന്മാർ ക്രൂശിച്ചു കൊന്ന യേശുക്രിസ്തു തന്നെയാണെന്ന് തിരിച്ചറിയും. അപ്പോൾ ഭൂമിയിൽ വസിക്കുന്ന മാനവരാശി, യഹൂദന്മാർ വിശേഷാൽ, മധ്യാകാശത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന കുഞ്ഞാടായ ദൈവപുത്രനെ മുഖാമുഖമായി കാണുന്നതിനാൽ അവനിലേക്ക് നോക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണെന്നുള്ളത് മനസ്സിലാക്കുവാൻ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ കാണാം. സ്വർഗത്തെയും ഭൂമിയെയും വേർപിരിച്ചു മാറ്റുന്ന ആകാശം മാറ്റപ്പെട്ടു, ഭൂമി അന്ധകാരത്തിലായിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് അതി തേജസ്സോടുകൂടെ വിളങ്ങുന്നു. അവിടെ ഇരിക്കുന്ന കുഞ്ഞാടിൻ്റെ മുഖവും സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ മുഖവും കാണാതെ വണ്ണം. അപ്പോൾ ഇവിടെയുള്ളവർക്ക് കാണുവാൻ കഴിയും. അവർ ചെയ്തു പോയ പാപത്തെയും അതിക്രമത്തെയും കുറിച്ച് അനുതപിച്ച് അവർ കുത്തിയവങ്കലേക്ക് നോക്കും. സഖറിയ പ്രവചനം 12:10, യോഹന്നാൻ എഴുതിയ സുവിശേഷം
19:37. ചുമ്മാ അതല്ല, യഹൂദന്മാരുടെ അനുവാദത്തോടുകൂടെ നിങ്ങൾക്ക് വേണ്ടും പോലെ ചെയ്യാം എന്ന് പറഞ്ഞ് റോമൻ നിയമത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് റോമൻ പടയാളികൾ അവരുടെ ശിക്ഷയുടെ ഭാഗമായി കർത്താവിൻ്റെ വിലാപുറത്ത് കുത്തിയത്. അപ്പോൾ അവരെ രക്ഷിപ്പാൻ മധ്യാകാശ സിംഹാസനത്തിൽ നിന്നും ഭൂമിയിലേക്ക് പ്രത്യാഗമനം ചെയ്യുന്ന ദൈവപുത്രനോട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തു വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11 തൊട്ടുള്ള വാക്യങ്ങളിൽ കാണുന്നത് പോലെ അവർ സ്വർഗത്തിൽ നിന്ന് തൻ്റെ സൈന്യത്തോടുകൂടെ രക്തം തളിച്ച ഉടുപ്പും പുറകെ വരുന്നവർ വെള്ളവസ്ത്രവും ധരിച്ചിറങ്ങി വരുമ്പോൾ അവർ ദൈവപുത്രനോട് ചോദിക്കുന്ന ചോദ്യം സഖറിയാവ് 13-ാം അധ്യായം 5-ലും 6-ലും എഴുതിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിന്റെ കൈകളിൽ കാണുന്ന ഈ പാട് എന്ത്? അപ്പോൾ ഉത്തരം പറയും, ഞാനൊരു പ്രവാചകനല്ല, കൃഷിക്കാരനത്രേ. എന്താണ് ആ കൃഷി? കൊരിന്ത്യരുടെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൽ കാണുന്ന ദൈവസഭ എന്ന കൃഷി, മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ കാണുന്ന കോതമ്പ് വിതയ്ക്കപ്പെട്ട ദൈവത്തിൻ്റെ വയൽ, ദൈവത്തിൻ്റെ സഭ, കൃഷിക്കാരനത്രേ. എൻ്റെ ബാല്യത്തിൽ തന്നെ ഒരാൾ എന്നെ വിലയ്ക്ക് വാങ്ങിച്ചു. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 8-ലും 40-ാം സങ്കീർത്തനത്തിന്റെ 6 മുതൽ ഉള്ള വാക്യങ്ങളിൽ എന്നെ വിലയ്ക്ക് വാങ്ങിച്ചു എന്ന് അവൻ പറയും. എന്നാൽ അവർ അവനോട് നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കും. യോഹന്നാൻ സുവിശേഷം 20:25. അവിടെയാണ് ആ വിഷയം. തന്നോടുകൂടെ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുമായി നടന്ന് അവർ പാർത്ത ഭവനത്തിൽ അവർ പ്രവേശിച്ചു. ഭക്ഷണത്തിലിരിക്കുന്നിടം വരെ അവൻ ആരാകുന്നു എന്ന് കൂടെ പോയ 2 പേർക്ക് മനസ്സിലായില്ല. ഭക്ഷണത്തിനിരുന്ന് അപ്പം നുറുക്കി കൊടുക്കുമ്പോൾ അവൻ്റെ കയ്യിലെ പാട് അവർ കണ്ടു. ആമേൻ. അടിക്കപ്പെട്ട ആണിയുടെ പാട് കണ്ടു. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അടിപ്പാടെന്ന് പറയരുത്, അടിക്കപ്പെട്ട മുറിവാണ് കർത്താവ് കണ്ടത് എന്ന് മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം എന്ന് ചോദിച്ചതിന് അവൻ ഉത്തരം പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് അടി കൊണ്ടതാകുന്നു എന്ന് പറയും. സങ്കീർത്തനം 22:16, മത്തായി സുവിശേഷം 27:35. ശ്രദ്ധയോടുകൂടെ വായിക്കുക, വചനം വായിച്ച് അർത്ഥം സമ്പുഷ്ടമായി ഗ്രഹിക്കുക. സക്രിയ പ്രവചനം 13:5-6 വാക്യങ്ങൾ. ദൈവത്തിന് മഹത്വം. 9-ാമത് അവർ ദൈവപുത്രനെ പരിഹസിച്ചു. മത്തായി സുവിശേഷം 27:30. ഇതുവരെ നമ്മൾ കണ്ടത് അകൃത്യാഗ മൃഗത്തോട് അവർ ചെയ്യുന്നതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ എങ്ങനെ ദൈവപുത്രനിൽ നിറവേറി എന്നതാണ്. അതിൽ 9-ാമത്തെ കാര്യം, 8-ാമത്തെ കാര്യം നമ്മൾ കണ്ടു. പടയാളികൾ ദൈവപുത്രനെ കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തി. 9-ാമത്തെ കാര്യം, അവർ ദൈവപുത്രനെ പരിഹസിച്ചു തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആഫ്റ്റർ ദേ ഹാഡ് മോക്ക്ഡ് ഹിം. മത്തായി 27:31. ഇസ്രായേൽ ജനത്തിന്റെ പരിഹാസ നിയമം കൂടെ ചിന്തിച്ചാൽ ഇന്ന് പലരും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അബദ്ധ ഉപദേശത്തിനൊരു പരിഹാരം ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉന്നതന്മാരായ ദൈവദാസന്മാർ പോലും തിരുമേശ ജനറൽ കൺവെൻഷനിൽ നടത്തുമ്പോൾ ചില പദങ്ങൾ പ്രയോഗിക്കാറുണ്ട്. ഒന്നുകുറേ 40 അടി കർത്താവ് അനുഭവിച്ചു, ഒന്നുകുറേ 40 അടി പൗലോസ് 5 തവണ അനുഭവിച്ചു എന്നൊക്കെ. ഇതിനകത്ത് ദയവ് ചെയ്ത് വിശുദ്ധന്മാർ ഇത് ഷെയർ ചെയ്യണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മനുഷ്യർക്ക് തമ്മിൽ, ഞാനിപ്പോൾ പറയുന്നത് യഹൂദന്മാരുടെ നടുവിൽ പരിഹാസത്തിന്റെ നിയമമാണ്. മനുഷ്യർക്ക് തമ്മിൽ വ്യവഹാരമുണ്ടായിട്ട് ഇവിടെ ഇസ്രായേൽ ജനത്തിന്റെ പുരോഹിതന്മാർക്ക് ദൈവപുത്രനും തമ്മിൽ അവർ ന്യായാസനത്തിങ്കൽ വരികയും അവരുടെ കാര്യം പരിഹസിക്കുകയും ചെയ്യുമ്പോൾ നീതിമാനെ നീതീകരിക്കണം, കുറ്റക്കാരനെ കുറ്റം വിധിക്കുകയും വേണം. കുറ്റക്കാരനെ അടിക്ക് യോഗ്യനാകുന്നുവെങ്കിൽ, യഹൂദന്മാരുടെ നടുവിലെ അടിയുടെ നിയമമാണ് കേട്ടോ, ഇതാണ് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. കുറ്റക്കാരൻ അടിക്ക് യോഗ്യനാകുന്നുവെങ്കിൽ, അടിക്ക് യോഗ്യനല്ലെങ്കിൽ അവൻ അടിക്കാറില്ല, ശിക്ഷ കൊടുത്തു വിടുകയുള്ളൂ. എന്നാൽ കുറ്റക്കാരൻ അടിക്ക് യോഗ്യനാകുന്നുവെങ്കിൽ ന്യായാധിപൻ അവനെ നിലത്ത് കിടത്തി അവന്റെ കുറ്റത്തിന് തക്കവണ്ണം അടിപ്പിക്കണം. 40 അടി അടിപ്പിക്കാം, അതിൽ കവിയരുത്. കവിഞ്ഞടിച്ചാൽ അവൻ നിന്ദിതനായേക്കാം. ഇവിടെ നിന്ദതയുടെ പൂർണ്ണതയിലേക്ക് വന്നിരിക്കുകയാണ്. ദൈവപുത്രനെ എത്രത്തോളം നിന്ദിക്കാമോ അത്രത്തോളം നിന്ദിച്ചു. കാരണം മഹാപുരോഹിതനും ന്യായശാസ്ത്രിമാരും യഹൂദന്മാരുടെ ഭരണസമിതിയും ഒന്നിച്ച് എത്രത്തോളം കർത്താവിനെ പരിഹസിക്കാമോ, കുറ്റക്കാരനായി തീർക്കാമോ, ഏതെല്ലാം ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാമോ. ഇപ്പോഴത്തെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊല്ലുകയാണല്ലോ. അപ്പം കൊല്ലുവാൻ പോകുന്നതിന് മുൻപ് യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് എന്തെല്ലാം ചെയ്യാം? 40 അടി അടിപ്പിക്കാം. 40 അടി അടിപ്പിച്ച ശേഷം അവന്റെ മേൽ അടുത്ത റോമൻ നിയമം ശരിയാക്കാം. റോമൻ നിയമമായിരുന്നു ക്രൂശിക്കുക എന്നുള്ളത്.
യഹൂദന്മാരുടെ നടുവിൽ ക്രൂശീകരണത്തിന്റെ നിയമമില്ല. ഇത് ഫൈനോക്യക്കാരുടെ നിയമം. റോമക്കാർ കടമെടുത്തതാണ്. അവനെ ഈ കുറ്റക്കാരനെ 40 അടി അടുപ്പിക്കുന്നത് യഹൂദന്റെ പ്രമാണം. അടുത്ത് ക്രൂശിക്കുന്നവന്റെ കൈകാലുകൾ ക്രൂശിൽ ആണി അടിക്കുക. അതുപോലെ പാട്ട് പാടുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. കൈകാലുകൾ വിരിച്ചു എന്നൊരിക്കലും പാടരുത്. ആ പാട്ടിന്റെ അടി തെറ്റാണ്. കാല് വിരിച്ചില്ല, കൈകൾ മാത്രമേ വിരിച്ചു കൊടുത്തുള്ളൂ. ഒരു കാലിന്മേൽ കാല് കയറ്റി വെച്ച് അടിക്കുകയാണ് ചെയ്തത്. ദയവ് ചെയ്ത് ആ പാട്ട് പാടുമ്പോൾ ആ പാട്ട് പാടല്ലേ. കാല് വിരിച്ചിട്ടില്ല, കാലുകളിന്മേൽ ആണി അടിക്കപ്പെട്ടതേ ഉള്ളൂ. 40 അടി അടുപ്പിക്കാം, അതിൽ കവിയരുത്. 39 അടി അടിച്ചാൽ അവൻ നിന്ദിതനല്ല, ശിക്ഷിക്കപ്പെട്ടവനെന്നേ ഉള്ളൂ. അവന് സമൂഹത്തിൽ എവിടെയും നടക്കാം. അവൻ നിന്ദിതനല്ല. അവനെ വിരുന്നിന് വിളിക്കാം, അവനുമായി വിവാഹബന്ധം നടത്താം. എന്നാൽ 40 അടി അടിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശിക്ഷയ്ക്കും കുറ്റയ്ക്കും അർഹനാകയാൽ അവൻ നിന്ദിതനാണ്. കർത്താവിനെ ഇനി ഒരു കാര്യത്തിലും എങ്ങും അടുപ്പിക്കുന്നില്ല. ക്രൂശിപ്പാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് 40 അടിയും അവനെ അടിച്ചു എന്നുള്ളതാണ് തിരുവചനത്തിന്റെ സത്യം. ആവർത്തന പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ടാൽ മതി. ഒരിക്കൽ 40 അടി അടിച്ചാൽ പിന്നീട് ഒരിക്കൽ പോലും അവനെ അടിച്ച് ശിക്ഷിപ്പാൻ യഹൂദന്മാരുടെ നിയമം അനുവദിക്കാത്തതിലാകുന്നു. ഒരുവനെ അടിക്കുമ്പോൾ ഒന്ന് കുറച്ച് 40 അടി, അതായത് 39 അടി അടിച്ച് വിട്ടയക്കുന്നത്. കൊരിന്ത്യരുടെ ലേഖനം 2-ാമത്തെ ലേഖനം 11:24. ഒന്ന് കുറേ 40 അടി ഞാൻ പലതവണ കൊണ്ടു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. 5 തവണ 195 അടി പൗലോസ് കൊണ്ടു. എന്നാൽ വിട്ടയക്കാത്ത വിധത്തിലുള്ള ശിക്ഷിക്കപ്പെടുന്നവൻ 40 അടി എണ്ണി അടുപ്പിക്കും. എണ്ണുന്നത് അവരുടെ ന്യായശാസ്ത്രിമാരുടെ സദസ്സുള്ള വ്യക്തിയോ സെൻഹെദ്രീമിലുള്ള വ്യക്തിയോ ആയിരിക്കും. ഓരോ അടി എണ്ണി ദൈവപുത്രനെ അവർ വിട്ടയക്കാത്ത വിധം പരമാവധി മാക്സിമം ക്യാപിറ്റൽ പണിഷ്മെന്റ് രക്ഷപ്പെടാത്ത വിധത്തിനാൽ 40 അടി അടിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതും വേദപുസ്തകം പറയുന്നതും. തന്നെയുമല്ല, പരമാവധി ശിക്ഷയാകുന്ന ശിക്ഷ 40 അടി അടിക്കപ്പെടുന്ന ഒരുവനെ ശിക്ഷയ്ക്ക് ഹേതുവായി കുറ്റപത്രം രേഖാപരമായി എഴുതി ക്രൂശിന്റെ മുകളിൽ വെക്കണം. അതാണ് കുറ്റപത്രം. ഇവിടെ നിൽക്കട്ടെ കുറ്റപത്രം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ദൈവം കേൾവിക്കാരെയും ഇതിനോട് സഹകരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ഈ പഠിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അറിയിക്കുന്ന നന്നായിരിക്കും. സംശയ നിവാരണം തിരുവചനത്തിൽ കൂടെ മാത്രം നിങ്ങളുടെ മുൻപാകെ ഞങ്ങൾ വിവരിക്കുന്നതും ആകുന്നു. കർത്താവെ, നന്ദിയോടുകൂടെ സ്തോത്രം. ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകണമേ എന്ന് പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും ഞങ്ങളും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.